അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നപ്പോൾ നോക്കിയേ കിഡ് റിസൾട്ട് തന്നെ കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് ഉണ്ടാവണം മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ വന്ന് ഒരുവിധം ഓക്കെ ആയിട്ട് വരുന്നു. എനിക്കല്ലായിരുന്നു കേട്ടോ പ്രശ്നം, ഹസ്ബൻഡിന് ഇങ്ങനെ വയ്യാണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതാ ഞാൻ ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഞാനൊരു പോസ്റ്റർ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിന് സപ്പോർട്ട് കൊടുക്കാനോ നമുക്ക് വീഡിയോ കാണാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഒന്നല്ലായിരുന്നു. അത് അത്രയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോക്കൊന്നും നിന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ കുറച്ച് നിയമങ്ങളൊക്കെ യൂട്യൂബ് മാറ്റിയപ്പോൾ നമുക്കത് അടി കിട്ടണ ടൈപ്പിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നും നമ്മുടെ ഫേസ് പാക്ക് തന്നെയാണ്. ആശുപത്രിയിൽ നിന്നിട്ടായാലും നമുക്ക് വലിയ മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ കിട്ടാൻ, അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ നല്ല വെയിലിൻ്റെ സീസണാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് തൈര് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ തൈര് നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പോൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ വെറുതെ തൈര് വെച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ, തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു 10 മിനിറ്റ് നേരം ഇട്ടിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈപ്സ് വെച്ചിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ തന്നെ നമുക്ക് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പാക്ക് ഇട്ടാലും നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ. ഈ പാർലറിലേക്ക് അവിടേക്കൊന്നും പോകാനൊന്നും നിൽക്കണ്ട. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ. ഇപ്പോൾ ഞാനൊരു 10-16 ദിവസം ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേച്ചർ പാക്കിൻ്റെ ഒരു ഗുണമാണ് അത് കേട്ടോ. മറ്റുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സ്കിന്നിലോട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു പാക്ക്. സിമ്പിൾ പാക്കാണ്, എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡെയിലി നമുക്ക് ചെയ്താലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും നല്ലൊരു സ്മൂത്തനിങ് കൊണ്ടുവരാനൊക്കെ ആയിട്ട്, നല്ലൊരു സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട്, ഇത്തിരി റബ്ബ് പോലെയൊക്കെ ഉണ്ടാവുന്ന സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് തൈര്, ഇത് നമ്മുടെ അടുക്കളയിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം. സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഇങ്ങനെ ചെറിയൊരു ചെപ്പിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻറ്റാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി തൈര് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ മഞ്ഞളാണ് കേട്ടോ. ഇത് നമ്മൾ മേടിക്കുന്ന മഞ്ഞളല്ല, നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞളാണ്. ഒരു പിഞ്ച്, ചിലവർക്ക് മഞ്ഞൾ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ മഞ്ഞളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പുകച്ചിൽ ഒഴിവാക്കി കിട്ടും കേട്ടോ. ഇനി തീരെ പറ്റാത്തവരാണെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ചിലവർക്ക് മഞ്ഞളാക്കി കഴിഞ്ഞാൽ മുഖത്ത് ഒരു പുകച്ചിൽ വന്നാകെ ഒരു അസ്വസ്ഥത പോലെ ആക്കുക. അപ്പോൾ നമ്മളൊരു നുള്ള്, അതായത് ഒരു പിഞ്ച് മഞ്ഞൾ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് 3 കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി കൂടി ഒരു തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടും. അധികം വേണ്ട, നമുക്ക് നല്ലൊരു കട്ടിയിലാണ് നമ്മൾ ഈ ഒരു സാധനം ഇടേണ്ടത്. ഒരു ടീസ്പൂൺ കൊണ്ട് ഇളക്കണേക്കാൾ നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തിരി ഈ പാത്രത്തിൽ എടുക്കണമെന്നൊന്നുമില്ല. കൈ നല്ലപോലെ കഴുകിയെടുത്തിട്ട് അതിലോട്ട് ഇത്തിരി അരിപ്പൊടി എടുക്കുക, ഇത്തിരി തൈര് ഒഴിക്കുക, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കേണ്ട ഒരു കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങൾ നമ്മൾ ജോലി എടുക്കുമ്പോഴായാലും പകലായാലും എനിക്കിങ്ങനെ ചെയ്യുന്ന കേട്ടോ ഇഷ്ടം കൂടുതൽ. ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. പിന്നെ ടീസ്പൂൺ ഇട്ട് അരച്ചിട്ടുള്ള ആ ഡിസ്റ്റർബൻസും മാറി കിട്ടും. അതെ, ഈ ഒരു പരുവത്തിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ്. ഡെയിലി തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് നമ്മുടെ സ്കിന്നിനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒത്തിരി പേര് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് സ്ക്രബിങ് കൊടുക്കുക. അതായത് അരിപ്പൊടി ആയതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സ്ക്രബിങ് കൊടുക്കാനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ കവിളത്തൊക്കെ മുഖക്കുരു വന്നിട്ട് ഇങ്ങനെ കുനുകുനാ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടുകൾ മായാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവണ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു തൊലിക്കൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തുമ്പൊക്കെ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ തുമ്പത്തൊക്കെ വരുന്ന ഒരു കറുപ്പ് കുത്ത് കളറുകളൊക്കെ ഇല്ലേ, അതൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ചിലരിതിൽ കടലമാവ് ഇടും. കടലമാവ് ഇടുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഖത്ത് ഒരു പ്രശ്നം വരില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ താടിയുടെ ഭാഗത്തുണ്ടാവും, അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇതിനൊന്നും നമ്മൾ വേറെ പുറത്ത് പോയിട്ട് അനാവശ്യമായിട്ട് നമ്മൾ പൈസ ചിലവാക്കി മുഖം വേദനിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റീമും കൂടി കൊടുത്തിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ മുഖത്ത് നല്ലോണം കുത്തുള്ളവർക്ക് ഒരു സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മാറി കിട്ടും. ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതിടുമ്പോൾ നമുക്ക് കഴുത്തിലേക്കും കൂടി ഇടണം. ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സിലേക്ക് മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഇത്തിരി പ്രശ്നമുള്ള കാര്യം. അപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് മുഖത്തിട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ മുഖം വാഷ് ചെയ്ത് കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ പാക്കും പരീക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണോ സൂട്ടബിളായിട്ട് തോന്നണത് അത് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എല്ലാതും ഈ മുഖത്ത് തന്നെയാണ് ചെയ്യണമെന്ന്. എൻ്റെ മുഖത്ത് ചെയ്തിട്ട് നമുക്ക് നേച്ചുറൽ പാക്ക് ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പം വന്നിട്ടില്ല. ഒരു 1.5 വർഷത്തോളമായില്ലേ നമ്മളിപ്പോൾ ഈ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. ഇതുവരെയ്ക്ക് നമുക്കങ്ങനെ ഒരു പ്രശ്നം ഒന്നും വന്നിട്ടില്ല. നമ്മളിപ്പം സ്ഥലം മാറിയിരുന്നാലും നമുക്ക് വേറൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്ക് സ്കിന്നിനോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതും ഒരു തെളിവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ വാസം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിൽ നിന്നിട്ട് പോലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മുഖം കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ.